സമയത്തും മരണമുണ്ടാകും. ആരോടും പിണങ്ങി നിൽക്കണ്ട, ആരോടും തെറ്റി നിൽക്കണ്ട, ആരോടും അലോകത്തിൽ നിൽക്കണ്ട, അതേ ഒരാളോടും വെറുപ്പ് വെക്കണ്ട. നമുക്കാരോടും വെറുപ്പ് വെക്കാൻ സമയമില്ല, നമുക്കാരെയും കുതിര കയറാൻ സമയമില്ല. ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഫിത്ന പറയണ്ട, ഫസാദ് പറയണ്ട. നിങ്ങളെയൊക്കെ നാട്ടിൽ ഉസ്താദുമാരുണ്ടെങ്കിൽ അവരെ കുറ്റം പറയണ്ട, സാദാത്തുക്കളെ കുറ്റം പറയണ്ട, ആലിമീങ്ങളെ കുറ്റം പറയണ്ട, ഗ്രൂപ്പ് തിരിച്ചൊരാളെയും പറയണ്ട. നമ്മളുടെ ഗ്രൂപ്പ് ഏതാണ്? അത് അള്ളാന്റെ ഗ്രൂപ്പാണ്. നമ്മളുടെ ഗ്രൂപ്പ് ഏതാണ്? മുത്തുനബിന്റെ ഗ്രൂപ്പാണ്. നമ്മളുടെ ഗ്രൂപ്പ് ഏതാണ്? കുത്തുബുൽ ആലമിന്റെ ഗ്രൂപ്പാണ്. വേറൊരു ഗ്രൂപ്പ് നമുക്കില്ലേ? ഇല്ല, ഇല്ലേ, ഇല്ല. ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കും, എല്ലാവരും മരിക്കും. ഈ വയലിന് വന്ന ഉമ്മമാര് മരിക്കും, അതേ പലരും എല്ലാവരും മരിക്കും. സുബ്ഹാനല്ലാഹ്, ഖബറിലേക്ക് അങ്ങ് കൊണ്ടുവച്ചാൽ അവിടെ മെമ്പർഷിപ്പ് ചോദിക്കുകയില്ല, ഗ്രൂപ്പ് ചോദിക്കുകയില്ല, സംഘടന ചോദിക്കുകയില്ല, ഒന്നും ചോദിക്കൂല. ചോദ്യം ഇതല്ലേ ഉള്ളത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഫഖദ് നജാ, മറുപടി പറഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടൂല, രക്ഷപ്പെടൂല. മാതാപിതാക്കളെ വെറുപ്പിക്കണ്ട. സിഎം വലിയുള്ളാഹി അവരുകള് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പൊരുത്തമാണ്, മാതാപിതാക്കളെ കുരുത്തമാണ്, മാതാപിതാക്കളെ പവറാണ് മോനെ. അതുകൊണ്ട് റിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ പൊരുത്തമുണ്ടോ? അള്ളാന്റെ പൊരുത്തമുണ്ട്. മാതാപിതാക്കളെ ദേഷ്യമുണ്ടോ? അതേ, അള്ളാന്റെ കോപമുണ്ട്. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, എത്ര ഹജ്ജും ഉംറയും ചെയ്തിട്ടും കാര്യമില്ല, എത്ര സിയാറത്ത് ചെയ്തിട്ടും കാര്യമില്ല, ഏത് തങ്ങളെ കൈപിടിച്ചിട്ടും കാര്യമില്ല, വലിയ വലിയ ആലിമീങ്ങളെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിട്ടും കാര്യമില്ല. മാതാപിതാക്കളെ നോക്കാതെ, ഉമ്മയെ നോക്കാതെ, വാപ്പയെ നോക്കാതെ രക്ഷയില്ല, രക്ഷയില്ല. ഉമ്മമാരെ പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാര്, ആ ഭർത്താക്കന്മാര് നിങ്ങളുടെ പ്രമുഖമണികളാണ്. അവരെ നിങ്ങൾ നല്ല പോലെ നോക്കണം, അവർക്ക് വേണ്ട ഖിദ്മ നിങ്ങൾ ചെയ്യണം, അവരുടെ മുന്നിൽ സുന്ദരന്മാര് സുന്ദരികളായി നിൽക്കണം, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് മഴയത്തിന് വേണ്ടിയിട്ട് രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെട്ടിട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോ വെള്ളം കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ, പരിഗണിക്കണേ, പരിഗണിക്കണേ. ആ സമയത്ത് നിങ്ങൾ യൂട്യൂബിന്റെ വേള് കേട്ടിട്ട് യൂട്യൂബിലെ ദിക്ർ ചൊല്ലിയിട്ടിരിക്കരുത്. അല്ല 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 പറയുന്നതാരാണ്? മുത്തുനബിയാണ്, മുത്തുനബിയാണ് കേട്ടോ. ഇത് സിഎം വലിയുള്ളാന്റെ മജ്‌ലിസാണ്, ശൈഖുനാന്റെ മജ്‌ലിസാണ്. അവിടുത്തെ പൊരുത്തം വേണോ? മുത്തുനബിയുടെ പൊരുത്തം വേണം. അല്ലാ, അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് ആ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടായത് കൊണ്ടാണ്. ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും നല്ലപോലെ നോക്കണം, അവരെയും പരിചരിക്കണം, അവർക്കും ഖിദ്മ ചെയ്യണം. അല്ലാ, മക്കളെ നന്നായി വളർത്തണം. ഇന്ന് ലഹരിയുടെ ഏറ്റവും വലിയ പേക്കോത്തുകൾ നടക്കുന്ന കാലമാണ്. എല്ലാ സ്ഥലത്തും ലഹരിയാണ്. അതുകൊണ്ട് ഉമ്മ മക്കളോട് നല്ല നിലയിൽ പെരുമാറിയിട്ട്, മക്കളെ സോഷ്യലായിട്ട്, അതേ കമ്പനി കൂടിയിട്ട്, ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് മക്കളോട് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടി നിങ്ങൾ പറയണേ, നിങ്ങൾ പറയണേ.
നല്ല മജ്‌ലിസിലേക്ക് നിങ്ങളെ മക്കളെ കൊണ്ടുവരണം. ആഖിറത്തിനെ ചിന്തിക്കുന്ന മക്കളാക്കണം. സിയം വലിയുള്ളാഹി അവരുകൾ വലിയ വലിയ പവറിലെത്തിയത് എങ്ങനെയാണ്? ഉമ്മാന്റെ ശിക്ഷണത്തിലാ, ഉമ്മാന്റെ ശിക്ഷണത്തിലാ, ഉമ്മാന്റെ നോട്ടത്തിലാ.